നമസ്കാരം. ഞാൻ ഡോക്ടർ സുകേഷ് എ എൻ, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ, അശ്വിനി ഹോസ്പിറ്റൽ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ ഒ പികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഉപ്പുറ്റി വേദന അഥവാ പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ചാണ്. ഒരു വളരെ ജനറൽ ഇൻഫർമേഷൻ തരിക എന്നുള്ള ഉദ്ദേശം ആണ് ഞാൻ ചെയ്യുന്നത്. വളരെ കോമണായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ഉപ്പുറ്റി വേദന. നമ്മുടേതായ കാരണമല്ലാതെയും ഉപ്പുറ്റി വേദന വരാം. രണ്ട് കാലിലും വരാം, ഒരു കാലിൽ വരാം, അവനുണ്ടാവാം, എനിക്കുണ്ടാവാം, പല കാരണങ്ങളുണ്ട്. മൾട്ടി ഫാക്ടോറിയൽ ആണ് ഉപ്പുറ്റി. ഒരു 90% സോൾവബിൾ കാര്യമാണ്. ഡോക്ടറിൻ്റെ അടുത്ത് വരിക, കൂടുതൽ മെഡിക്കേഷന് ഉപരി ഒരു അഡ്വൈസ് കിട്ടുക, വാട്ട് നീഡ് ടു ബി ഡൺ എന്നുള്ള കാര്യത്തിന് മാത്രമാണ്. മരുന്നുകൊണ്ട് അതിനുണ്ടാക്കുന്ന വേദനകൾ മാത്രമേ മാറുള്ളൂ. അതല്ലാതെ ഒരു പെർമനന്റ് റിലീഫ് കൂടുതലും കണ്ടുവരുന്നത് ഫിസിയോതെറാപ്പി എന്നുള്ളൊരു മൊഡാലിറ്റിയിലാണ്. ഉപ്പുറ്റി വേദന വളരെ കൂടുതൽ നേരം ഇരുന്നിട്ട് എണീക്കുമ്പോൾ അല്ലെങ്കിൽ കാലത്ത് എണീറ്റ് കാല് കുത്തുമ്പോൾ ഒരു വേദനയാണ് ഈ കൂടുതലും ഇതായിട്ട് കണ്ടുവരാറുള്ളത്. നമ്മൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ മസിൽ പേശികൾ ഭയങ്കര റിലാക്സ്ഡ് ആണ്, അതിന് വലിയ അധ്വാനങ്ങളില്ല. അതായത് ഏറ്റവും മിനിമം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് മെഷർമെന്റിലാണ് അത് ഇരിക്കുന്നത്. ഇരുന്നിട്ട് എണീക്കുമ്പോൾ അല്ലെങ്കിൽ കാല് കുത്തുന്ന സമയത്ത് പെട്ടെന്ന് അതിങ്ങനെ ഒരു നീളം വയ്ക്കണം. ആ പെട്ടെന്ന് നീളം വയ്ക്കുന്നതിൻ്റെ ഒരു ഡിലേ, അതാണ് നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെട്ടത്. ഇപ്പം നമുക്ക് ഇതിനൊരു സ്പ്രിംഗ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ പേനകളിലൊക്കെ കണ്ടുവരുന്ന സ്പ്രിംഗ്, അതായത് ഫ്രഷ് സ്പ്രിംഗ് ആണെങ്കിൽ നമ്മൾ അമർത്തിയിട്ട് വിടുമ്പോൾ അതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് അത് പോകും. അതേ സ്പ്രിംഗ് തന്നെ കുറച്ച് നാൾ പേന മഷിയൊക്കെ കഴിഞ്ഞ് തുരുമ്പൊക്കെ വെച്ചിട്ട് അമർത്തുമ്പോൾ അമരും, പക്ഷെ നീളത്തില്ല. അത് തന്നെയാണ് നമ്മുടെ ഈ ഉപ്പുറ്റി വേദനയിലും ഉണ്ടാകുന്നത്. ആ പെട്ടെന്നുള്ളൊരു ട്രാൻസിഷൻ ഫ്രം ഷോർട്ട് ടു ലോങ് എന്നുള്ള ഡിലേ ആണ് നമുക്ക് വേദനകളായിട്ട് അനുഭവപ്പെടുന്നത്. പിന്നീട് നമ്മൾ രണ്ടടി നടക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നീളം ആ പേശികൾ എത്തുന്നു, അതാണുള്ളത്. ഉപ്പുറ്റിയുടെ ഈ ഉപ്പുറ്റി ഭാഗത്തുള്ള ഒരു എല്ലും ഈ വിരലുകളെല്ലും തമ്മിൽ നീട്ടുള്ളൊരു പേശി, അതിനാണ് ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. എല്ലായിടത്തും പേശികളുണ്ട്, മസിലിനെ കവറിങ് ആയിട്ടുള്ള, വള്ളികളെ കവറിങ് ആയിട്ടുള്ള, അത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പേശി എന്നുള്ള കാര്യങ്ങൾ. അതിൻ്റെ ടൈറ്റ്നെസ്, അതാണ് നമുക്ക് ഈ വേദനകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പത്തോളജി എന്നുള്ള കാര്യം. ഈ ഉപ്പുറ്റിയുടെ കാലും ഈ കാഫ് മസിലും ഒരു ട്രയാങ്കിൾ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനം. ആ ഒരു സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഒരു ടൈറ്റ്നെസ് വരുമ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള നീളം നമുക്ക് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന സമയത്ത് എത്തുന്നില്ല. അത് വലിഞ്ഞ് എത്തിക്കുമ്പോൾ ചെറിയ മുറിവുകൾ സംഭവിക്കുന്നു. ആ മുറിവ് വീണ്ടും അവിടെ ബോഡി തന്നെ ഹീൽ ചെയ്യിക്കുന്നു. അപ്പോൾ ഒരു കുറച്ച് കട്ടി ടിഷ്യൂ മാറുന്നു, അതിൻ്റെ ഒരു ക്വാളിറ്റി മാറുന്നു. അങ്ങനെയാണ് ഇതിങ്ങനെ ക്രോണിക്, അതായത് കുറകാലമായിട്ട് നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. മരുന്ന് ഒരു പരിധി വരെ അതിപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാം, അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കാം എന്നുള്ള കാര്യത്തിനാണ് മരുന്ന് ഇതിൽ പ്രയോജനപ്പെടുള്ളൂ. നമ്മുടെ മസിൽ പേശികൾ പുറത്തുനിന്ന് വന്നൊരു അസുഖമല്ല, നമ്മുടെ തന്നെ ടൈറ്റ്നെസ് കൊണ്ട് വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ മസിൽ പേശികളെ നമുക്ക് ആവശ്യമായിട്ടുള്ള നീളത്തിലേക്ക് എത്തിക്കുക, നമ്മൾ ചോദിക്കുന്ന ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പെർമനന്റ് സൊല്യൂഷൻ. ഫിസിയോതെറാപ്പിയിൽ ഒരു 90% മാറും. ഇതിൽ ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചെങ്കിൽ ഫിസിയോതെറാപ്പി നമുക്ക് വേദന കുറയാൻ അല്ലെങ്കിൽ മാറാൻ വരെ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. അത് വരാതിരിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ചെയ്യാണ്ട് വരുമ്പോഴാണ് ഡോക്ടർ പോരാ, ആശുപത്രി പോരാ, അടുത്ത മൊഡാലിറ്റി ആയുർവേദം എന്നിങ്ങനെ മാറിപ്പോകുന്നത്. ഒരു മിനിമം ഒരു 2-2.5 മാസത്തോളം നമ്മൾ ഫിസിയോതെറാപ്പി റെഗുലറായിട്ട് എങ്ങനെ ഫോളോ ചെയ്യുന്നു അതനുസരിച്ചിട്ടിരിക്കും നമ്മുടെ മാറ്റങ്ങൾ. അത് കൃത്യമായി ചെയ്യുകയെങ്കിൽ ഒരു 90% മാറിക്കിട്ടും. പിന്നെയുള്ള ബാക്കിയുള്ള കുറേ കാലമായിട്ട് നിൽക്കുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ കുറേ ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ വരുന്ന കേസുകളിലേക്കാണ് അടുത്തൊരു മൊഡാലിറ്റിയിലോട്ട് പോകുന്നത്. അതായത് അവിടെ ആ ഒരു ഇൻഫ്ലമേഷൻ സെറ്റിലാവാനുള്ള ഇഞ്ചക്ഷൻ എന്നുള്ള മൊഡാലിറ്റി. അതും ഒരു ടെമ്പററി ആണ്. ടെമ്പററി എന്ന് പറയുമ്പോൾ 1 ആഴ്ച തൊട്ട് 1 വർഷമാണ് ഒരു ടെമ്പററി എന്നുള്ള കാര്യങ്ങൾ. ഇഞ്ചക്ഷൻ ചെയ്തിട്ടും പിന്നെയും വരാതിരിക്കാം. അത് വരുമ്പോൾ പിന്നെയും ലാസ്റ്റ് ഓപ്ഷനായിട്ട് സർജിക്കൽ റിലീസ് എന്നുള്ള കാര്യം വളരെ അപൂർവമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ ഒരു നമ്മുടെ ശരീരത്തിലുള്ളൊരു കാര്യമാണ്, അസുഖമല്ല. അതുകൊണ്ട് നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. വരുന്ന ഒരു 90% പേഷ്യൻറ്റുകളും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ അതിൻ്റെ ഫോക്കസിൽ ചെയ്യുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട്. അടുത്തത് ഞാൻ സംസാരിക്കുന്നത് ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു OP പ്രോബ്ലമാണ് ടെന്നീസ് എൽബോ. അതായത് ഈ മുട്ടുവേദന, കൈമുട്ടുവേദന എന്നുള്ള കാര്യങ്ങൾ, അത് ഞാൻ ടെന്നീസ് എൽബോ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കേട്ടുവരിക നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ ടെന്നീസ് എൽബോ എന്നുള്ളൊരു കാര്യമാണ്.
അത് വെച്ചാൽ ടെന്നീസ് കളിക്കുന്ന ഒരാൾ വെച്ചാൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നു, ബോൾ വരുന്നു, അടിക്കുന്നു. അപ്പോൾ ഈ ടെന്നീസ് റാക്കറ്റ് ഭയങ്കര ഹെവിയാണ്, നമ്മൾ ഷട്ടിൽ ബാറ്റ് പോലെയല്ല. അപ്പോൾ അത് ആ ഹെവിനെസ് സെയിം മൂവ്മെന്റ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ അവരൊരു പ്ലെയർ നല്ല ടെന്നീസ് കളിക്കുന്ന ഒരു ആൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് വളരെ കോമൺ ആയി കാണുന്ന വരുന്ന ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ടെന്നീസ് എൽബോ എന്ന് പറയാം. അതൊരു ഇൻഫെക്ഷൻ അല്ല, അതിപ്പോൾ നമ്മുടെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള വരുന്ന ഒരു മൊഡാലിറ്റി, അതൊരു ഓവർ സ്ട്രെയിൻ, ഓവർ യൂസ് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ പറയുന്ന മുട്ടിൻ്റെ എല്ലിൻ്റെ അവിടെ നിന്നാണ് ഈ കയ്യിലോട്ടുള്ള മസിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു. ആ സാധനങ്ങൾ വന്ന് കയ്യിൽ ഈ പത്തിയുടെ അവിടെ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അതിൻ്റെ ആക്ഷനാണ് കൈ പൊക്കുക, കൈ തിരിക്കുക, സ്ക്രൂയിങ് മൂവ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിങ്ങനെ റുട്ടീൻ കാര്യങ്ങൾ ചെയ്യുന്നു, അതിങ്ങനെ ഓവർ യൂസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നു. നമ്മളതിങ്ങനെ പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ അതിൻ്റെ സ്ട്രെയിൻ വരും, അതായത് അതിനൊരു കഴപ്പ് പോലെ വരിക, സിംറ്റം പറയുന്നത് കോമൺ ആയിട്ട് വരിക. അപ്പോൾ ഈ ലോ ട്രാൻസ്മിഷൻ നടക്കില്ല, കൈ കൊണ്ട് എടുക്കുന്ന കാര്യങ്ങൾ മുട്ട് വരെത്തും, മുട്ടിൻ്റെ അക്രോസ് നടക്കില്ല. അപ്പോൾ അതുപോലെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ചില പെർട്ടിക്കുലർ മൂവ്മെൻറ്റ്, അതൊരു ഗ്രൂപ്പ് ഓഫ് മസിലിൻ്റെ ആക്ഷൻസ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് കണ്ടുവരിക. അതായത് ഇപ്പോൾ ഒരു തുണി പിഴിയുക, ഈ ഒരു കസേര എടുത്ത് വെക്കുക, ഇപ്പോൾ കോമൺ വീട്ടമ്മമാർ കുക്കറിൻ്റെ വാല് പിടിച്ച് എടുത്ത് വെക്കുന്നു, അങ്ങനെയാണ് അവരൊക്കെ വന്ന് പറയാനൊരു കോമൺ ആയിട്ടുള്ളത്. അങ്ങനത്തെ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും. ആർക്ക് വേണമെങ്കിൽ വരാം. ഇതിപ്പോൾ ഒരു കോമൺ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടുവരുന്നതാണ്. ഇന്ന ആൾക്ക് ഇന്നത് വരണമെന്നില്ല, ഇന്ന കയ്യിൽ വരണമെന്നോ ഒന്നും നിർബന്ധങ്ങളില്ല. അസുഖമല്ല, അതുകൊണ്ട് ഇതിനും ഇതേപോലെ മരുന്ന് ഒരു സഹായി മാത്രം. ഈ പറയുന്ന ഇഞ്ചുറി വന്ന മസിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ മസിൽ പേശികൾ തിരിച്ച് പഴയ പോലെ ഹീലായി അതിൻ്റെ ആരോഗ്യം, അല്ലെങ്കിൽ ഫുൾ സ്ട്രെങ്ത് എത്തുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം അതിന് വേണ്ട ഒരു ഹീലിംഗ് ടൈം നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ആ ഹീലിംഗ് ടൈം എന്ന് വെച്ചെങ്കിൽ കയ്യിൻ്റെ റിസ്റ്റ് കൊണ്ടുള്ള മൂവ്മെൻറ്റുകൾ കുറയ്ക്കുക. അതൊരു മിനിമം 2 വീക്സ് എന്നുള്ള രീതിയിലാണ് നോക്കുക. അത് 2 വീക്സിൽ കയ്യിൻ്റെ റിസ്റ്റ് മൂവ്മെൻറ്റ് കുറയ്ക്കുക. അത് നമ്മൾ ഒരു വിചാരിച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും മൊഡാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാതിരിക്കുള്ളൂ. അപ്പോൾ കൂടുതലും അഡ്വൈസ് ചെയ്യുക റിസ്റ്റിൽ ബ്രേസ് ഇടുക. അപ്പോൾ റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് കുറയും. ആ മൂവ്മെൻറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നാച്ചുറൽ ഹീലിംഗ് കിട്ടും. അതായത് ഒരു മുറിവ് ഏറ്റവും അടുത്തടുത്ത് നിൽക്കുമ്പോഴാണ് ശരീരം അതിനെ പെട്ടെന്ന് യോജിപ്പിക്കുള്ളൂ, നല്ല ടിഷ്യൂ ആയുള്ളൂ. നമ്മളായി മുറിവിനെ അകത്തിയാലോ അഞ്ചെങ്കിൽ ടിഷ്യൂ ഹീലാവത്തുമില്ല, ഹീലാവുന്ന ടിഷ്യൂ നല്ല ക്വാളിറ്റി ആവില്ല. ഇത് രണ്ടും നമുക്കൊരു ഉപകാരമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മിനിമം ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, നാച്ചുറലായിട്ട് ബോഡി തന്നെ ഹീലാവാനുള്ള ടൈം കൊടുക്കുക, അതുവരേക്കുള്ള സ്ട്രെയിൻ കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അപ്പോൾ ഇത് മാറണം എന്നുള്ളൊരു പ്രയോറിറ്റി നമുക്കുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മളിത് ഫോളോ ചെയ്യും. എന്തെങ്കിലും ഇതിൽ മാറ്റങ്ങൾ വരിക നമ്മളിടുന്ന ബെൽറ്റ് പോലത്തെ കാര്യങ്ങളാണ് ഉള്ളത്. മരുന്ന് പറയുന്ന പോലെ നമ്മളൊരു സഹായി എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ആ ബുദ്ധിമുട്ട്, വേദന അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കാനുള്ളത്. എന്തുകൊണ്ട് നീർക്കെട്ടി എന്നുള്ള കാരണം ചികിത്സിക്കുമ്പോൾ മാത്രമേ എന്നേക്കുമായിട്ടുള്ളൊരു പരിഹാരം നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വെച്ചെങ്കിലാണ് ഈ ബെൽറ്റ് കാര്യങ്ങളൊക്കെ വരിക. കുറേ കാലമായിട്ട് ഒന്നെങ്കിൽ ബെൽറ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കാതെ വരാം, അല്ലെങ്കിൽ കുറേ നാളായിട്ട് നിൽക്കുന്നൊരു ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ബെൽറ്റോ മരുന്നോ കൊണ്ട് മാറ്റം വരാതെ കണ്ടുവരിക. അങ്ങനെ വരുമ്പോഴാണ് അവിടേക്കുള്ള ഇഞ്ചക്ഷൻസ്, പല ടൈപ്പ് ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റീറോയിഡ് ഇഞ്ചക്റ്റ് ചെയ്യാം, PRP എന്ന് പറഞ്ഞ മൊഡാലിറ്റി ഉണ്ട്. അങ്ങനെ പല ഇഞ്ചക്ഷൻസ് ഉണ്ട്. അതാണ് ഒരു ഹൈ സ്റ്റെപ്പർ, ഒരു പടി മുകളിൽ നിൽക്കുന്ന കാര്യം. ഇഞ്ചക്ഷൻ ഇതേപോലെ ഒരു ടെമ്പററി റിലീഫ് ആയിരിക്കാം. എല്ലാവർക്കും 100% റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അവരുടെ ബുദ്ധിമുട്ട്, അവരുടെ ആവശ്യം, ഡിമാൻഡ്, ഫിസിക് ഒക്കെ വെച്ച് മാറ്റം വരയ്ക്കും. ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സർജിക്കൽ റിലീസ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി സ്ട്രക്ചർ ഇല്ലാത്ത ഒരു ഡീജനറേറ്റീവ് ടിഷ്യൂവിനെ ഡീബ്രൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യം. സർജറി കീ ഹോൾ വഴിയും ചെയ്യാൻ പറ്റും, ഓപ്പണായി ചെയ്യാൻ പറ്റും. അത് വളരെ ആൾക്കാരുടെ ഇത് വെച്ചിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്, വളരെ കോമൺ കാര്യങ്ങളാണ്. ഇൻഫാക്ട് ഇതൊരിപ്പോൾ ഒരു 80 to 90% ഈ ബെൽറ്റിൽ സോൾവ് ആകാൻ പറ്റും. ബെൽറ്റ് എന്ന് പറയുമ്പോൾ പ്രശ്നം ചെയ്യും 2 ആഴ്ച കൈ അനക്കാതെ വെക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഡിഫിക്കൽട്ടി മാത്രമാണ്. അത് നമുക്ക് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. അതിലുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ തിരിച്ചു വരാതിരിക്കും. അതും റെഗുലറായിട്ട് ഫോളോ ചെയ്യാണ്ട് വരുമ്പോഴാണ് ഇതേപോലെ ഇഞ്ചക്ഷൻ, സർജറി, മാറ്റമില്ല, പിന്നെയും വരുന്നു എന്നുള്ള കാര്യങ്ങളായിട്ട് മാറിപ്പോകുന്നത്.